നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടാ. ഓക്കെ, ഹലോ, ഇത് കിട്ടുന്നില്ലേ? നമ്പർ ഓഫ് മോൾസ് കിട്ടുന്നില്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ എത്ര കിട്ടിയേ? ഓക്കെ, ഇവിടെ അതന്നെ കിട്ടിയിട്ടുള്ള 0.33 കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോൾസ് കിട്ടിയാൽ പിന്നെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? എക്സ് എ ഈക്വൽ ടു എൻ എ ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. ഇനി നിങ്ങൾ ഇതേപോലെ കണ്ടുപിടിക്കാനുള്ള വേറൊരാളെ നമ്പർ ഓഫ് മോൾസും കൂടി കണ്ടുപിടിക്കാനുണ്ട്. ആരുടെയാ? സൊല്യൂഷനിൽ 2 കോമ്പണൻസ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ കോമ്പണൻസ് ഉള്ളത്? ഒന്ന് എത്തിലീൻ ഗ്ലൈക്കോളും പിന്നെ ഏതാ? വാട്ടർ. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നും സോൾവെന്റ് തന്നിട്ടില്ലെങ്കിൽ അത് എന്താ ഉദ്ദേശിക്കുന്നത്? വാട്ടർ ആയിരിക്കും സോൾവെന്റ്. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ വാട്ടർ ഒരു കോമ്പണന്റ് ആണ്. മറ്റൊരു കോമ്പണന്റ് ആയതുകൊണ്ട് അതിൻ്റെത് കൂടി എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്മൾ പറഞ്ഞു 100 ഗ്രാം സൊല്യൂഷൻ ആണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ, അതിൽ 20 ഗ്രാം ആരാ ഉള്ളത്? എത്തിലീൻ ഗ്ലൈക്കോൾ. ബാക്കി 80 ഗ്രാം ആരാ? 2 കോമ്പണൻസ് അല്ലേ സൊല്യൂഷനിൽ ഉണ്ടാവാം. എത്തിലീൻ ഗ്ലൈക്കോൾ 20 ഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞു. ബാക്കി 80 ഗ്രാം. 20 പ്ലസ് 80 അല്ലേ 100 ആവും. 80 ഗ്രാം വാട്ടർ ആണ്. ഈ 80 ഗ്രാം വാട്ടർ ഈ ഗിവൺ മാസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വാട്ടറിന്റെ എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമുക്ക് എൻ ബി ആയിട്ട് എടുക്കാം. ബി കോമ്പണന്റ് ആണ് വാട്ടർ എങ്കിൽ എൻ ബി എങ്ങനെ കണ്ടുപിടിക്കാം? ഗിവൺ മാസ് എത്രയാണ്? നിങ്ങൾ ഇതൊക്കെ എഴുതി പോകുന്നില്ല, റഫ് നോട്ടിൽ ഇതെല്ലാം എഴുതണം. വെറുതെ നിങ്ങൾ നമ്പേഴ്സ് മാത്രം എഴുതിക്കാൻ അവസാനം ഇതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലാവില്ലേ? അപ്പൊ ഇവിടെ ഇങ്ങനെ തന്നെ എഴുതിക്കോ നിങ്ങൾ. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. ഇതൊക്കെ എഴുതുന്നില്ലേ? ഞാൻ പറയുന്നതും കൂടി എഴുതണേ. ഞാൻ സ്ക്രീനിൽ എഴുതുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ എഴുതൂലേ? ഹലോ, എഴുതൂലേ മക്കളെ? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഈക്വൽ ടു ഗിവൺ മാസ് എത്രയാ? 80 ഗ്രാം. അതിന്റെ മോളാർ മാസ് നമുക്ക് പൊതുവേ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയണ്ടാവും. എത്രയാ? 18 ഗ്രാം പെർ മോൾ. ഓക്കെ, 80/18 നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 4.444 മോൾ എന്ന് കിട്ടും. കിട്ടുന്നില്ലേ? ചെയ്യുമ്പോൾ കിട്ടുന്നില്ലേ? 80/18 ചെയ്യുമ്പോൾ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കിട്ടിയില്ലേ? ഇല്ലേ? ഓക്കെ, ഇനി അടുത്തത് നമ്പർ ഓഫ് മോൾ. നമുക്ക് ഏതിന്റെ മോൾ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്? മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ഈക്വൽ ടു എക്സ് ആണ്. എക്സ് എ ഈക്വൽ ടു എൻ എ ബൈ എൻ ബി. എ എന്ന് പറയുന്നത് എത്തിലീൻ ഗ്ലൈക്കോളും ബി എന്ന് പറയുന്നത് വാട്ടറും ആണ്. അങ്ങനെ നമ്പർ ഓഫ് മോൾസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 0.332. ആരുടെ നമ്പർ ഓഫ് മോൾസ്? എത്തിലീൻ ഗ്ലൈക്കോളുടെ നമ്പർ ഓഫ് മോൾസ് ആണ്. ആരുടെയാണോ കണ്ടുപിടിക്കേണ്ടത് മോൾ ഫ്രാക്ഷന്, ആ കോമ്പണന്റിന്റെ നമ്പർ ഓഫ് മോൾസ് വേണം ഇവിടെ വരാന്, ന്യൂമറേറ്ററിൽ വരാന്. ഡിനോമിനേറ്ററിൽ എന്ത് വേണം? ടോട്ടൽ ആയിരിക്കണം, സമ്മ് അല്ലേ? എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെതും അതേപോലെ വാട്ടറിൻ്റെതും 4.44. ഇത് ചെയ്താൽ എത്ര കിട്ടും ഫൈനലി ആൻസർ? ഒന്ന് കണ്ടുപിടിച്ചേ. കാൽക്കുലേറ്റർ ചെയ്യുന്നില്ല. 0.932. ഏകദേശം റൗണ്ട് ചെയ്യുമ്പോൾ 93 വരെ പറഞ്ഞാലും മതി. ഓക്കെ, അപ്പൊ ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലായില്ലേ? ഇത് ഏത് ക്വസ്റ്റ്യൻ തന്നാലും ചെയ്യണം. ഞാൻ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ഹോംവർക്ക് തരും. ഓക്കെ അല്ലേ? അടുത്ത പാരാമീറ്ററിലേക്ക് പോവാം. മോൾ ഫ്രാക്ഷൻ കഴിഞ്ഞ അടുത്തൊരു കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ക്വാണ്ടിറ്റേറ്റീവ്ലി എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് മൊളാരിറ്റി. ഇതിന്റെ എക്സ്പ്രഷൻ കൂടി നിങ്ങൾ ബോക്സ് ചെയ്ത് വെക്കുക. ഇത് അധികം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് പ്ലസ് ടുവിൽ മാത്രമല്ല, നിങ്ങളിപ്പോൾ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ഇനി അഥവാ നിങ്ങൾ ഡിഗ്രി ലെവലിൽ കെമിസ്ട്രി പഠിക്കുമ്പോഴും മൊളാരിറ്റിയും അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും പഠിക്കാനില്ല. ഓക്കെ, ഇത് നിങ്ങളെ ബേസിക് ആയിട്ടുള്ള നോളജാണ്. മൊളാരിറ്റി എന്ന് പറയുന്ന ഒന്നുമല്ല. എന്താണിത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷനിൽ എത്രത്തോളം നമ്പർ ഓഫ് മോൾസ്, ഒരു സൊല്യൂഷന് എത്രത്തോളം നമ്പർ ഓഫ് മോൾസ് അതിൽ വരുന്നുണ്ട്, ഡിസോൾവ് ചെയ്യുന്നുണ്ട്, അതാണ് എന്ത്? മൊളാരിറ്റി. അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ മാർക്ക് ചെയ്തതുപോലെ 2 ലൈൻസ് എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. ഓക്കെ,
എന്താണ് വാട്ട് ഈസ് മൊളാരിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതാൻ പറ്റണം. പറ്റൂലേ? പറ്റൂലേ? ഓക്കെ. അതിന്റെ എക്സ്പ്രഷൻ എങ്ങനെ കണ്ടുപിടിക്കും? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഏത് സൊല്യൂട്ടിന്റെ ആണോ മൊളാരിറ്റി കണ്ടുപിടിക്കേണ്ടത് ആ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. നിങ്ങൾ ശ്രദ്ധിക്കുക, സൊല്യൂഷന്റെ വോളിയാണ് ഇവിടെ വേണ്ടത്. ടോട്ടൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ, മൊത്തത്തിലുള്ള സൊല്യൂഷൻ. ആ സൊല്യൂഷന്റെ ടോട്ടൽ വോളിയാണ് ഇവിടെ എഴുതേണ്ടത്. അത് ഏത് യൂണിറ്റിൽ എഴുതണം? ലിറ്റർ തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മില്ലി ലിറ്ററിലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആ മില്ലി ലിറ്ററിനെ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം? മില്ലി ലിറ്ററിന് എന്തായി കൺവേർട്ട് ചെയ്യണം? ലിറ്റർ ആയിട്ട് എന്നിട്ട് മാത്രമേ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കാൻ പാടുള്ളൂ? മൊളാരിറ്റി കണ്ടുപിടിക്കാൻ പാടുള്ളൂ. ക്ലിയർ അല്ലേ? ഇതിന്റെ ഒരു പ്രോബ്ലം തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്, അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് ആരുടെ മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ്. ഏത് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്? കണ്ടെയ്നിങ് ദ സൊല്യൂട്ട്. സൊല്യൂട്ട് ഈസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. എത്ര ഉണ്ട്? അതിന്റെ ക്വാണ്ടിറ്റി എത്രയാ? 5 gram ഓഫ് NaOH ഉള്ള ഒരു സൊല്യൂഷന്റെ മൊളാരിറ്റി കണ്ടുപിടിക്കണം. ഇനി സൊല്യൂഷന്റെ വോളിയം തന്നിട്ടുണ്ട്, എത്രയാണ്? 450 മില്ലി ലിറ്റർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ വോളിയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഈ വോളിയം നിങ്ങൾ എന്ത് ചെയ്യണം? സോറി, ഈ വോളിയത്തിനെ മില്ലി ലിറ്റർ എന്നുള്ളത് എന്താക്കി കൺവേർട്ട് ചെയ്യണം? ലിറ്റർ ആക്കി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റോട് തിരക്കിനെന്ത് മില്ലി ലിറ്റർ ആയിക്കളി. ആദ്യം തന്നെ അത് ചെയ്താൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേഷൻ പോവാം. മില്ലി ലിറ്ററിലുള്ളതിന് എങ്ങനെ ലിറ്റർ ആക്കും? അതൊന്ന് പറഞ്ഞേ. 450 ml നമുക്ക് ലിറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000 ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? 45/100. എത്ര ആൻസർ വരാം? 0.45 ലിറ്റർ. ഇതാണ് നിങ്ങൾ ലിറ്ററിലുള്ള വോളിയം. ഇത് ആദ്യം തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുന്നതിനേക്കാൾ ഞാൻ പറയുന്നത് വോളിയത്തിന് ആദ്യം തന്നെ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ എല്ലാം എളുപ്പമായിരിക്കും. ഒരൊറ്റ മിനിറ്റ്, ഒരാളൊന്ന് ഒന്ന് അഡ്മിറ്റ് ചെയ്യട്ടെ. സെക്കൻഡ്. ഓക്കെ, എവിടെയാണ് പറഞ്ഞു നിർത്തി? ആദ്യം തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വോളിയത്തിന് കൺവേർട്ട് ചെയ്തിട്ടില്ല, ലാസ്റ്റ് ആണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. അതിനും നല്ല നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? വോളിയത്തിനെ ലിറ്റർ ആക്കി വെക്കാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് എഴുതിയില്ലേ? ഈ സ്റ്റെപ്പ് ആദ്യം എഴുതണേ. എഴുതിയില്ലേ? ഇത് നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? മൊളാരിറ്റി ഈക്വൽ ടു number of moles of sodium hydroxide divided by total volume of solution in liter. ഇതാണ് ഇക്വേഷൻ. അതൊന്ന് എഴുതി വെച്ചാട്ടെ. മൊളാരിറ്റി ഈക്വൽ ടു നമ്മുടെ സൊല്യൂട്ട് ഏതാണ്? NaOH ആണ്. അപ്പൊ എന്ത് എഴുതണം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ്, ഇവിടെ സൊല്യൂട്ട് ആരാ? NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഇൻ ലിറ്റർ. ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഓക്കെ, എഴുതിയില്ലേ? നമുക്ക് ടോട്ടൽ വോളിയം കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ന്യൂമറേറ്ററിലുള്ള നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമുക്ക് നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. 5 gram തന്നിട്ടുള്ളത് എന്താണ്? മാസ് ആണ്. അതെന്താക്കി മാറ്റണം? മോൾസ് ആക്കി മാറ്റണം. അതെങ്ങനെ മാറ്റും? സിമ്പിൾ അല്ലേ? ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് 5 gram ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് എത്രയാ പറഞ്ഞാട്ടെ? സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മോളിക്കുലർ മാസ്, സോഡിയത്തിന് എത്രയാ വരുന്നത്? അറ്റോമിക് മാസ് 23 അല്ലേ? ഓക്സിജന്റെ 16, ഹൈഡ്രജന്റെ 1. അപ്പൊ ടോട്ടൽ എത്രയാ? 40 gram per mole. 40 gram per mole. യൂണിറ്റ് ചെയ്താൽ മറന്നുപോയത്. അപ്പൊ 5/40 ആണ് എന്ത്? നമ്പർ ഓഫ് മോൾസ്. എത്ര ആൻസർ വരും? 5/40 എത്ര വരും? നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH എത്ര കിട്ടി? 0. കാൽക്കുലേറ്റ് ചെയ്താ? കാൽക്കുലേറ്ററിൽ പെട്ടെന്ന് ചെയ്യണേ. 5/40 എത്ര കിട്ടും? 0.12 കിട്ടുന്നുണ്ടോ? ഉറക്കു വന്നാ?
ഹലോ, നമ്പർ ഓഫ് മോൾസ് എത്ര കിട്ടി മക്കളെ? 0.12 കിട്ടുന്നുണ്ടാ? ഓക്കെ, ഇനി ഫൈനലി നമ്മൾ എന്താ കണ്ടുപിടിച്ചാൽ മതി? മൊളാരിറ്റി ഈക്വൽ ടു സംഭവം എല്ലാം കിട്ടിക്കഴിഞ്ഞ് അല്ലേ? നമ്പർ ഓഫ് മോൾസ് എത്ര കിട്ടിയത്? 0.125 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. എത്ര കിട്ടി? 0.05 ലിറ്റർ അല്ലേ? ഇനി ഇതൊന്ന് കണ്ടുപിടിച്ചിട്ട് എത്ര വാല്യൂ എത്ര വരുന്നത് പറഞ്ഞട്ടെ. 0.125 ഡിവൈഡഡ് ബൈ 0.45 എത്ര വാല്യൂ വരുന്നത്? എത്രയാ മക്കളെ കിട്ടുന്നത്? പെട്ടെന്ന് പറ. കാൽക്കുലേറ്ററിൽ 2 അടി അടിക്കല്ലേ വേണ്ടു. കാൽക്കുലേറ്റർ അതിലില്ലേ? സയന്റിഫിക് കാൽക്കുലേറ്റർ ഇല്ലേ? ഇല്ലേ? ഹലോ, കിട്ടിയാ? പോയാ എല്ലാരും? ഓൺലൈനിൽ ആരും ഇല്ലേ? ഹലോ, 0.278 ആണ് ആൻസർ വരാം. കിട്ടിയിട്ടുണ്ടാ? ഇതിന്റെ യൂണിറ്റ് പറഞ്ഞോട്ടെ. എന്താ യൂണിറ്റ്? എന്താ? മോളാർ. ഓക്കെ, യൂണിറ്റ് മോളാർ പറയുന്നത് മാത്രം. യൂണിറ്റ് കറക്റ്റ് എന്താ? ന്യൂമിനേറ്ററിൽ എന്താ ഉള്ളത്? മോൾസ് അല്ലേ ഉള്ളത്. ഡിനോമിനേറ്ററിൽ ലിറ്റർ ഉള്ളത്. അപ്പൊ എന്താ യൂണിറ്റ് വരാ? മോൾ ലിറ്റർ ഇൻവേഴ്സ്. ഓക്കെ, മോൾ പെർ ലിറ്റർ അല്ലെങ്കിൽ മോൾ ലിറ്റർ ഇൻവേഴ്സ്. യൂണിറ്റ് ചെയ്താൽ മറന്നാൽ നിങ്ങൾ 1 മാർക്ക് എക്സാമിന് അതോടെ പോയി. യൂണിറ്റിന്റെ 1 മാർക്ക് ഉണ്ട്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വിചാരിക്കാം. നിങ്ങളെ ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതി തന്നെ വിചാരിക്കും. പക്ഷെ യൂണിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് അവിടെ പോയി. ഓക്കെ, അപ്പൊ യൂണിറ്റിന്റെ കാര്യം ശ്രദ്ധിക്കണം എന്നല്ലേ അർത്ഥം അല്ലേ? അപ്പൊ മൊളാരിറ്റിന്റെ കാര്യം ക്ലിയർ അല്ലേ? ഇനി അടുത്ത ലാസ്റ്റ് ഒരു കോൺസെൻട്രേഷൻ ടേമും കൂടി പഠിക്കാനുണ്ട്. അടുത്തതിലോട്ട് പോട്ടെ. ഇതുവരെയുള്ള ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് മൊളാലിറ്റി. മൊളാലിറ്റി സെയിം തന്നെ, പക്ഷെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. എന്താണ് ഇവിടെ മാറ്റുള്ളത്? നിങ്ങൾ ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഈ ഡെഫിനിഷൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യണം. നോട്ട് ബുക്കിലേക്ക് മാറ്റണം എന്നില്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്താൽ മതി. എന്താണത്? മൊളാലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് തന്നെയാണ്. അതിൽ വേറെന്താ മാറ്റം വരുന്നത്? നമ്മൾ പെർ വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് പഠിച്ചതിന് പകരം ഇവിടെ എന്താ ഉള്ളത്? പെർ